ഓം നമോ നാരായണായ. ലോക സൃഷ്ടിക്കു മുമ്പ് ഏകനും ആനന്ദ സ്വരൂപനുമായ അങ്ങ് വികൽപ്പമറ്റവനും ഉപാധിരഹിതനുമായിരുന്നു. നിന്നെ ആശ്രയിച്ചിരിക്കുന്ന മായ നിന്റെ ശക്തിയാകുന്നു. നിർഗുണനായ നിന്നെ പ്രകൃതി മഹാമായ ആവരണം ചെയ്ത് സ്വന്തം ഗുണങ്ങളെ അനുസരിപ്പിക്കുന്നു. വേദാന്തികൾ ഉപനിഷദ്വശാൽ നിന്നെ അവ്യാകൃതം എന്നു പറയുന്നു, അതായത് പരബ്രഹ്മം. മായാദേവിയെ മൂലപ്രകൃതി എന്നു പറയുന്നു. മായാതീതന്മാർ സംസൃതി അല്ലെങ്കിൽ സംസാരം എന്നും വിദ്വാൻമാർ അവിദ്യ എന്നും പറയുന്നു. നിന്നാൽ ക്ഷോഭിപ്പിക്കപ്പെടുന്ന മായയിൽ നിന്ന് മഹത്തത്വമുണ്ടായി എന്നാണല്ലോ ചൊല്ല്. അഗസ്ത്യ മഹർഷിയുടെ തത്വാഖ്യാനം തുടരുന്നു. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി. മഹത്തത്വം, അഹങ്കാരം, സംസാരം എന്നിങ്ങനെ ജ്ഞാനികൾ മൂന്നായി പറയുന്നു. മഹത്തത്വത്താൽ ആവൃതമായ അഹങ്കാരം സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ മൂന്നായി അറിയപ്പെടുന്നു. തമോ ഗുണ പ്രധാനമായ അഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളായ ഭൂതങ്ങളുണ്ടായി. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ സൂക്ഷ്മ തന്മാത്രകൾ. അവയിൽ നിന്ന് സ്ഥൂലഭൂതങ്ങളായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ആവിർഭവിച്ചു. രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി. തേജോരൂപങ്ങളായ ദൈവതങ്ങളും മനസ്സും സാത്വികാഹങ്കാരത്തിൽ നിന്നാണുണ്ടായത്. സർവവ്യാപിയായ ലിംഗശരീരം ഇവയിൽ നിന്നുമുണ്ടായി. അതിൽ നിന്ന് വിരാട് പുരുഷനും ഉണ്ടായി. സൃഷ്ടിയെ സംബന്ധിക്കുന്ന ഭാരതീയ തത്വങ്ങളിലൊന്ന് ഈ വിവരണത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. വിരാട് പുരുഷനാണ് ചരാചര ലോകങ്ങളായത്. സ്ഥാവര ജംഗമ രൂപമായ ജഗത്ത് മുഴുവൻ വിരാട് പുരുഷനിൽ നിന്ന് ആവിർഭവിച്ചു. ദേവന്മാരും തിര്യക്കുകളും മനുഷ്യരും അങ്ങനെ തന്നെ. അങ്ങയുടെ മായാഗുണങ്ങൾ മൂന്നിനെയും ആശ്രയിച്ചാണ് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഉണ്ടായി വന്നത്. രജോ ഗുണം ആശ്രയിച്ച് സൃഷ്ടാവായ ബ്രഹ്മാവ് നാഭിയിൽ നിന്നുണ്ടായി. സത്വഗുണത്തിൽ നിന്ന് വിഷ്ണുവും തമോ ഗുണത്തിൽ നിന്ന് രുദ്രനുമുണ്ടായി. ലോകസൃഷ്ടിക്കു മുന്നം ഏകനായാനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ. തന്നോടെ മായ തനിക്കാശ്രയ ഭൂതയായി. തന്നോടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ. നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെയനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു. നിന്നെ മുൻ
ദിവ്യമാം അവ്യാകൃതം എന്നുപനിഷദ്വശാൽ മായാദേവീയ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണ യാഗീയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്വത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികൾ ഏവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസം എന്നീവണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായീന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യക്തസ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാ വിരാൾപുമാൻ ഉണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങൾ ആകുന്നതും. ദേവമാനുഷ തിര്യഗ്യോനിജാതികൾ ബഹു സ്ഥാവര ജംഗമൗഘ പൂർണ്ണമായുണ്ടായി വന്നു. ത്വന്മായാഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനും ഉണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാദാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും